ഇവൾക്ക് ഭക്ഷണം വേണ്ടാന്ന്. ഹെവി ഡോസ് മരുന്ന് അകത്തേക്ക് പോകുന്നേ. ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനാ? എന്താ മോളെ ഇത്? പിന്നെ മോള്, നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോഴേക്കും കരച്ചിൽ തുടങ്ങി. എനിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല കേട്ടോ നിങ്ങളുടെയൊക്കെ ഈ സ്വഭാവം. നീല് വരട്ടെ, നിങ്ങളെ ഒന്നും എന്റെ 7 ഇലത്ത് വരുത്തരുതെന്ന് ഞാൻ നീലിനോട് പറയും. അല്ല, പറഞ്ഞതുപോലെ നീലെത്തിയില്ലല്ലോ. നീൽ പറഞ്ഞ് നാക്കെടുത്തില്ല, എത്തി. മുടിഞ്ഞ ആയിസ. എവിടെയായിരുന്നു നീൽ ഇതുവരെ? എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് മുങ്ങുന്നേ? ഇവിടെ എന്റെ കൂടെ താമസിച്ചൂടെ സ്ഥിരമായിട്ട്? ഇവള് ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇനിയിപ്പോ നീല് വന്ന സ്ഥിതിക്ക് ഞങ്ങൾ പുറത്തിരിക്കാം. വേദ എന്താ കഴിക്കാതിരുന്നത്? ടേസ്റ്റ് ഇല്ല. നീല് പറഞ്ഞാ ഞാൻ കഴിക്കും, നീല് പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. എന്നാ ഫുഡ് കഴിക്ക്. നീലിന് വേണോ? വേണ്ട. കഴിച്ചതാണോ? കഴിച്ചു. കല്യാണം കഴിച്ചതാണോ? വേദയ്ക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? ചുമ്മാ ഒരു രസം. കല്യാണം കഴിക്കണ്ട കേട്ടോ. നീല എന്നെ കെട്ടിയാ മതി. നമ്മള് രണ്ടാളും ഭാര്യയും ഭർത്താവും. നല്ല രസമായിരിക്കും. കഴിക്ക്. കല്യാണോ? അല്ല, ഫുഡ്. ഞാനായിട്ട് ഒരിക്കലും സ്വാധീനം വേണ്ടെന്ന് വെക്കില്ല. എനിക്കതിന് കഴിയില്ല. പക്ഷേ സ്വാതിയാണ് എന്നെ നിർബന്ധിക്കുന്നത്. വേദയ്ക്ക് വേണ്ടി എന്ത് വലിയ ത്യാഗം ചെയ്യാനും അവൾ ഒരുക്കമാണ്. അവൾ അങ്ങനെ പറയുമ്പോൾ പ്രതിസന്ധിയിലാവുന്നത് ഞാനല്ലേ? അവളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിലൊരുപാട് ശരികളുമുണ്ട്. ആ ശരികളിൽ തെറ്റുകാരന്റെ മുഖം അതെന്റെ മാത്രമാണ് ഗിരി. എന്റെ പക്വതയില്ലായ്മ, പിടിപ്പുകേട്, അതിന്റെ ഇരകളാണ് സ്വാതിയും വേദയും. ഇതുവരെ ഞാൻ പ്രവർത്തിച്ചത് മുഴുവൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നു. പണ്ട് വേദയ്ക്ക് വേണ്ടി ബാധിച്ചതും ഇപ്പൊ സ്വാതിക്ക് വേണ്ടി ബാധിക്കുന്നതും ഒക്കെ എന്റെ സൗകര്യത്തിനനുസരിച്ചാ. എളുപ്പത്തിൽ വെച്ചു മാറാൻ കഴിയുന്ന ഒന്നല്ല ജീവിതമെന്ന പാഠം ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. നമ്മളെ വിട്ടുകളഞ്ഞാലും നമ്മളെ വിട്ടുപോകാത്ത പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടത് സ്വാതിയായിരുന്നെങ്കിൽ ഇപ്പോഴാ സ്ഥാനത്ത് വേദയാണെന്ന് മാത്രം. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. വല്ലാത്തൊരു കുരുക്കിലാണ് നീ ചെന്ന് പെട്ടിരിക്കുന്നത്. ഏട്ടത്തിക്കും നിന്നെ വേണം, വേദയ്ക്കും നിന്നെ വേണം. ഒരു തിരഞ്ഞെടുപ്പ് വീണ്ടും അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് സ്വാതിയെ മതി. പക്ഷെ വേദയോ? അതാണ് സ്വാതി ചോദിക്കുന്നത്. വേദ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിട്ടൊരു ജീവിതം അവൾക്ക് വേണ്ട. അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചാലും ഒരിക്കലും സന്തോഷം കിട്ടില്ല എന്ന് സ്വാതി പറയുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയേണ്ടത്? സത്യത്തിൽ എന്റെ മുമ്പിൽ വേറെ മറുപടി ഇല്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞത് വേദയെ മറക്കാൻ. അന്നത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. വല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് ഈ പ്രശ്നത്തിൽ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കൃത്യമായൊരു തീരുമാനത്തിലെത്താൻ
നിനക്കൊരു പക്ഷെ പറ്റിയെന്ന് വരില്ല. എനിക്കറിയാം. അതിന്റെ സങ്കടത്തിലാ ഗിരി ഞാനിപ്പോ. എനിക്കൊരു കാര്യം ബോധ്യമായി. നമ്മുടെ ജീവിതം നന്നാക്കുന്നതിനും തകർക്കുന്നതിനും വിധിക്കോ ദൈവത്തിനോ ഒന്നും പങ്കില്ല. നമ്മുടെ ജീവിതത്തിലെ നായകനും വില്ലനും നമ്മൾ തന്നെയാ. നീ നേരത്തെ പറഞ്ഞില്ലേ പണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വില്ലനായിരുന്നുവെന്ന്. അത് ശരിയാണ്. ഡോക്ടർക്കറിയോ, ഞാൻ തയ്യാറായിരുന്നില്ല ഡോക്ടർ പറഞ്ഞതടക്കം ഒന്നിനും. എന്നെ അതിന് നിർബന്ധിച്ചത് സ്വാതിയാ. എന്നിട്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് കണ്ടപ്പോ യാത്ര പോലും പറയാതെ പോയി. ആർക്ക് വേണ്ടിയാ? വേദയ്ക്ക് വേണ്ടി. ഒരുതരം സാക്രിഫൈസ്. ആ മഹത്വത്തിന്റെ മുമ്പില് വേദ ഒന്നുമല്ല ഡോക്ടർ, ഒന്നുമല്ല. നീലിന്റെ തീരുമാനം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത്. എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. സ്വാതിയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ട. തെറ്റുകൾ ഒരുപാട് ചെയ്തവനെ ഞാൻ എൻ്റെ സുഖങ്ങൾ മാത്രം നോക്കി. ഇനി അത് വേണ്ട. ഞാനേ വേണ്ട. നീൽ, സത്യമാണ് ഞാൻ പറയുന്നത്. ഞാനത് തീരുമാനിച്ചു. നമുക്കത് തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്കാക്കാം. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എന്താ നീൽ, നീ എന്താടി വിചാരിച്ചത്? എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാന്നോ? അങ്ങനെ നടന്ന ചരിത്രമില്ലടി. ഒരാളെ കുറച്ചു കാലം, അതിനപ്പുറത്തേക്ക് കബളിപ്പിക്കാൻ കാലം ആരെ അനുവദിക്കാറില്ല. എനിക്ക് പേടിയാവുന്നു നീലിന്റെ ഈ സംസാരം കേട്ടിട്ട്. നീ എന്താടി വിചാരിച്ചത്? എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാന്നോ? അങ്ങനെ നടന്ന ചരിത്രമില്ലടി. ഒരാളെ കുറച്ചു കാലം, അതിനപ്പുറത്തേക്ക് കബളിപ്പിക്കാൻ കാലം ആരെ അനുവദിക്കാറില്ല. എനിക്ക് പേടിയാവുന്നു നീലിന്റെ ഈ സംസാരം കേട്ടിട്ട്. എനിക്ക് വട്ടായിടി. നിനക്ക് വട്ടായില്ലേ? അതുപോലെ എനിക്കുമായി. ഡോക്ടർ എന്റെയും ഫ്രണ്ടാ. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിന്നെ പോലെ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാന്ന്. വട്ടനും വട്ടത്തിയും നമുക്ക് എല്ലാരും പറ്റിക്കാം. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ഇല്ലേ? ഇല്ല. ഒരിക്കൽ കൂടി പറഞ്ഞാ നിന്നെ ഞാൻ കൊല്ലും. ആരെയും പറ്റിച്ചിട്ടില്ല പോലും. പിന്നെ ഈ നാടകത്തിന്റെ അർത്ഥം എന്താടി? എല്ലാം ഡോക്ടർ എന്നോട് പറഞ്ഞു. നിനക്കറിയാവോ, നിന്റെ ഈ കോപ്രായം കണ്ട് വിശ്വസിച്ച് സ്വാതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ കൂടെ ഉണ്ടെങ്കിലല്ലേ നിന്റെ ഈ അസുഖം മാറൂ. മാറ്റിത്തരാടി. നിന്റെ എല്ലാ അസുഖങ്ങളും ഞാൻ ഇതോടെ മാറ്റിത്തരാം. അങ്ങനെ വലിയ പുണ്യാളനൊന്നും ആവണ്ട. എന്നെ പറഞ്ഞു പറ്റിച്ചതുകൊണ്ടാ ഞാനും പറ്റിച്ചത്. ഒരു മഹാൻ വന്നിരിക്കുന്നു. സ്വാതി ഇറങ്ങിപ്പോയെങ്കിലേ നന്നായതേ ഉള്ളൂ. അല്ലെങ്കിലും അവളുടെ സ്ഥാനം തെരുവിൽ തന്നെയാ. ഞാനാ നീലിനൊപ്പം താമസിക്കേണ്ടത്. നീ താമസിക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്റെ ഉള്ളിലെ കുറച്ച് സ്നേഹം നിന്നോട് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി ഇല്ലാതാക്കുന്ന തരത്തിലാ നീ ഇപ്പൊ പെരുമാറിയത്. ഇപ്പൊ എന്റെ ഉള്ളിലെ നിന്നോട് ഒരു തുള്ളി സ്നേഹം പോലും ബാക്കിയില്ല. പകരം വെറുപ്പാ ഉള്ളത്. വെറുപ്പ്. ഇത്രയും തരം താഴാൻ പാടില്ല ആരും. ഇനിയിപ്പൊ ശരിക്കും നിനക്ക് ഭ്രാന്ത് വന്നാലും ഞാൻ കാണാൻ വരില്ല. ഞാൻ പോവാ. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. പോയി അവളോടൊപ്പം ജീവിച്ചോ. എന്നെ ചതിച്ച നിങ്ങൾക്ക് ഒരു കാലത്ത് സ്വസ്ഥത കിട്ടില്ല. നിങ്ങളുടെ ജീവിതം ഒരു പരാജയമായിരിക്കും. ശപിക്കുക ഞാൻ. നിങ്ങളും അവളും അനുഭവിക്കും, നരകിക്കും. നിന്റെ ശാപം എനിക്ക് കേൾക്കാൻ പോകുന്നില്ലടി. കാരണം എന്റെ കൂടെ കഴിയുന്നത് നിന്നെ പോലെ കുരുട്ടുകുത്തിയ ഒരാളല്ല, സ്വാതിയ. അവളുള്ളോടത്തോളം കാലം എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ഉണ്ടായാലും ഞാനതൊക്കെ സഹിക്കും, സന്തോഷത്തോടെ. ദം ദം ദം